സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ വിദ്യാഭ്യാസ അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നത്. അതിന് വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ കഷ്ടപ്പെട്ട് കുറെ കൊല്ലങ്ങളോട് നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തിൽ, നമ്മൾ 10ാം ക്ലാസ് എന്ന് പറയാം, +2 എന്ന് പറയാം, ആ പ്രത്യേക ഘട്ടത്തിൽ അവർ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവെച്ച് നല്ലതുപോലെ അവർക്ക് ആ പരീക്ഷയിൽ മാർക്ക് നേടിയതുകൊണ്ടാണ് നമ്മൾ അവരെ ആദരിക്കുന്നത്. അതുകൊണ്ട് ആദരവ് കിട്ടുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ആദരവ് കൊടുക്കുന്ന നമുക്കും, അല്ലെങ്കിൽ അതിൻ്റെ അവാർഡ് കൊടുക്കുന്ന ഇവിടെയുള്ള നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ വളരെ സന്തോഷം പകരുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ വിദ്യാഭ്യാസ അവാർഡ് കൊടുക്കുന്ന ഈ ചടങ്ങ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഷൺമുഖ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പ്രഭാത് പറഞ്ഞതുപോലെ, വളരെയധികം ഒരു പ്രയാസം നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ കടന്നുപോയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ആയിരിക്കുകയാണ്. സാമൂഹ്യ ധനസഹായമായി കിട്ടിക്കൊണ്ടിരുന്നതും നമുക്ക് 2 ഗഡു ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.